ഹായ് മക്കളെ, അമ്മ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പ്രത്യേകതരം മീനുമായിട്ടാണ്. ഇതിൻ്റെ പേര് കുഴുവാലി അല്ലെങ്കിൽ കുയ്യാലി. ഇത് അഷ്ടമുടിക്കായലിൽ കാണുന്ന ഒരു പ്രത്യേകതരം മീനാണ്. ചെളിയിലാണ് ഇതിൻ്റെ വാസം. യാതൊരു മാലിന്യങ്ങളും കഴിക്കുന്ന മീനല്ല. കണ്ടല്ലോ, ഇതിന് ഞാൻ കറി വെക്കാൻ പോവുകയാണ്. അതിന് കറി വെക്കാൻ എടുക്കുന്ന ഇൻഗ്രീഡിയൻസിനെ പരിചയപ്പെടുത്താം. സാധാരണ എന്നും മുളക് പൊടി മല്ലിപ്പൊടിയാണല്ലോ എടുക്കുന്നത്. ഇവിടെ ഞാൻ മുളകാണ് എടുത്തിരിക്കുന്നത്. മുളക്, മല്ലി, ഉള്ളി, നാളികേരം, പാൽമുളക്. എന്ത് കറിയാണോ വെക്കുന്നേ? ഇന്ന് കുഴുവാലിയാണ് കറി വെക്കുന്നത്. എരിക്കറിയാണോ? അല്ല, തേങ്ങായും മാങ്ങായും ഇട്ടാണ് കറി വെക്കുന്നത്. ഇഞ്ചി, വെളുത്തുള്ളി, കറിക്ക് ആവശ്യമായ മാങ്ങ, സ്പൈസസ്. ഇതിൽ നിന്ന് മഞ്ഞപ്പൊടി വേണം, ഉലുവാപ്പൊടി വേണം, വെളിച്ചെണ്ണ, ഉപ്പ്. അമ്മ ആദ്യം ചെയ്യാൻ പോകുന്നത്, ഇവിടെ കറണ്ടിൻ്റെ കാര്യം പ്രശ്നമാണ്, അതുകൊണ്ട് ആദ്യം കറിക്കുള്ള അരപ്പമ്മ ചെയ്യാൻ പോവുകയാണ്. അരച്ചതിന് ശേഷം അമ്മ വന്നിട്ട് മീൻ വെട്ടുന്ന കാര്യത്തെക്കുറിച്ച് പറയാം. അപ്പോൾ ഓക്കെ, അമ്മ കറിക്ക് അരച്ചിട്ട് വരട്ടെ. മക്കളെ, അമ്മ അരച്ചോണ്ട് വന്നു. അപ്പോൾ ഈ അരപ്പിൽ എന്തൊക്കെയുള്ളതെന്ന് അറിയാമോ? മുളക്, മല്ലി, ഉള്ളി, ഉലുവാപ്പൊടി, മഞ്ഞപ്പൊടി. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നാളികേരം. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് ഞാൻ അരച്ചു കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി അമ്മ ഈ മീൻ നന്നാക്കിയിട്ട് വരാം. എന്നിട്ട് നമുക്ക് കറി വെക്കാൻ നേരം ഞാൻ വിളിക്കാം. ഓക്കെ? ഞാനും അമ്മമ്മയും വിളിക്കും അല്ലേ? അപ്പോൾ മക്കളെ, അമ്മ അരച്ച് കൊണ്ടുവച്ചു. അത് കഴിഞ്ഞ് അമ്മ കുഴുവാലി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അടുത്തത് കുഴുവാലി കറി വെക്കാനുള്ള ചട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് അമ്മ അരപ്പ് നീക്കുകയാണ്. കണ്ടല്ലോ, ഈ ഇതെന്തൊക്കെയായിരുന്നു? പിരിയമുളക്, മല്ലി, ഉള്ളി, മഞ്ഞപ്പൊടി, ഉലുവാപ്പൊടി, വെള്ളം, തേങ്ങ, ഇതെല്ലാം കൂടെ ചേർത്താണ് അമ്മ അരച്ചത്. അമ്മ മുളകും മല്ലിയും തന്നെ അങ്ങ് എടുത്തേത്, പൊടി എടുത്തില്ല, ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി. അപ്പൊ ഇതിലേക്ക് ഇത് ഇഞ്ചി, വെളുത്തുള്ളി. ഒരു വെളുത്തുള്ളിയൊക്കെ ഇടണം, കാര്യം മഴക്കാലമല്ലേ. ഇഞ്ചിയാണെങ്കിൽ ഏത് കറിക്കും ഒരു സ്വല്പം ഇടണം, ഇവിടെ വയറ്റിന് ഗുണമാണ്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അമ്മ ഇട്ട്. അപ്പോഴും ഞാൻ ആ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട്. ഇനിയിപ്പോൾ മഴക്കാലമാണ്. ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ, എല്ലായിടവും വീണ്ടും കോവിഡ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പല രീതിയിലാണ്, കോവിഡിൻ്റെ വിവിധ ഭാഗങ്ങളാണ് വരുന്നത്. അപ്പം എന്താണ് അമ്മച്ചി കറി വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അതുകൂടെ പറഞ്ഞെന്ന് ചോദിച്ചാൽ, വെളുത്തുള്ളി, ഇഞ്ചി ഒക്കെ എപ്പോഴും ഉപയോഗിക്കുക, തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക, നാരങ്ങ വെള്ളം കുടിക്കുക. ഇതൊക്കെ അമ്മ ഇതിൻ്റെ ഇടയ്ക്കൊന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ഇതാണ്ടേ നല്ല പാൽമുളക്. അപ്പോൾ അതിട്ട് ഇനി നമുക്കൊന്ന് കലക്കാം. ഞാൻ വെള്ളം എടുത്തുകൊണ്ട് വരട്ടെ. മിക്സിയുടെ ജാറ് കഴിയ വെള്ളം ഇവിടെ ഉണ്ടായിരുന്നു, അതൊഴിച്ച് ഞാൻ ഇതൊന്ന് കഴുകട്ടെ. ഈ അരപ്പും കൂടി ഇതിലോട്ടൊന്ന് ആക്കാനായിട്ട് കൈവച്ച് തന്നെ ഞാനതൊന്ന് എടുത്തിട്ട് ഇതിലോട്ട് ഒഴിക്കുകയാണ്. കണ്ടല്ലോ, എന്നിട്ട് നമുക്ക് അരപ്പൊന്ന് കലക്കാം. നിങ്ങൾ വിചാരിക്കും അരപ്പ് കൂടുതലാണല്ലോ. നല്ല അരപ്പ് ഇത്രയും വേണം. വെറും വെള്ളം പോലെ ആയാൽ ആ കുഴുവാലി ഇങ്ങനെ വെളുത്ത് ഒരുമാതിരി ഇര പോലെ കിടക്കും. അപ്പോൾ ഇച്ചിരി അരപ്പൊക്കെ വേണം നല്ലതുപോലെ. അപ്പോൾ അരപ്പൊക്കെ ഞാൻ ചേർത്ത് കുറേശ്ശെ വെള്ളം ചേർത്ത് നമുക്ക് മാങ്ങായും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് കുഴുവാലിയെ കൊടുക്കാം. അപ്പോൾ ഇതാണ്ട് ശകലം വെള്ളവും കൂടെ ഒഴിക്കാം, കാര്യം വെന്ത് പറ്റണമല്ലോ. അപ്പോൾ ഇത്രയും വെള്ളം മതി നമുക്ക്. ഇനി ഇതിലേക്ക് നമ്മൾ കൊടുക്കാൻ പോകുന്നത് മാങ്ങയും ഉപ്പുമാണ്.
ഉപ്പ് ഇതാ ഇടുന്നുണ്ട്. മാങ്ങ കണ്ടല്ലോ, മാങ്ങയും കൊടുക്കുകയാണ്. അപ്പോൾ അമ്മച്ചി ഇത് ഇനി അടപ്പത്ത് വയ്ക്കട്ടെ. അടപ്പത്ത് വെച്ച് ഫ്ലെയിം കത്തിച്ചിട്ട് അടച്ച് വെച്ച് തീ കത്തിക്കട്ടെ. ഓക്കെ. അപ്പോൾ ഞാൻ അടപ്പത്ത് വെച്ചു, തീ കൊളുത്തി. ആണ്ടേ അത് അവിടെ നിന്ന് വേവട്ടെ. തിളയ്ക്കുമ്പോൾ നമുക്ക് മീനിടാൻ നേരം ഞാൻ വിളിക്കാം. ഇപ്പോൾ ഞാനിത് അടച്ചു വയ്ക്കും. മീനിവിടെ കണ്ടിച്ചിട്ടുണ്ടല്ലേ? ആ ഉണ്ട്. ഹലോ, ദാണ്ടെ അമ്മ കറി തിളച്ചു, മീനിടാൻ പോവുകയാണ്. ഉണ്ടല്ലോ, കറി തിളച്ചു. മീനിടട്ടെ. ഈ മീൻ വലിയ വേവില്ല. അപ്പോൾ കറി നല്ലോണം ഒന്ന് വെന്ത് പറ്റിയതിന് ശേഷമാണ് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പം പെട്ടെന്ന് പെട്ടെന്ന് വേവും. ഓക്കെ. അപ്പോഴതൊന്ന് വേവട്ടെ. അടച്ചു വെക്കട്ടെ മക്കളെ, അടച്ചു വെക്കണം. എന്നിട്ട് നമുക്ക് കാണാം. മക്കളെ കറി ശരിയായിട്ടുണ്ട്. അമ്മ വാങ്ങി വെക്കാൻ പോവുകയാണ്. ഫ്ലെയിം ഓഫ് ചെയ്യുന്നു. ഇപ്പം കറി റെഡിയായി അല്ലേ? കറി റെഡിയായി. ഇതാ നല്ല എണ്ണ തെളിഞ്ഞിരിക്കുന്നു. നോക്കിയാട്ടെ, കണ്ടോ? അപ്പോൾ ഞാനത് ഇതാ ചോറെടുത്ത് വെച്ചിട്ടുണ്ട്, അതിലോട്ട് എടുക്കുകയാണ്. കണ്ടല്ലോ, ഇതാണ് കുഴുവാലിക്കറി. അപ്പോൾ ഞാൻ കണ്ടേ ടേസ്റ്റ് ചെയ്യാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ശകലം ക്യാബേജ് തോരനും കൂടി, ഞാൻ ക്യാബേജ് തോരൻ വെച്ചിരുന്നു, അതും കൂടി ഇതിൽ ചേർക്കുകയാണ്. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ക്യാബേജ് തോരൻ. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്യുവാണ്. മീനെടുത്തു. കണ്ടേ, മീൻ പിച്ചെടുത്തതാ. കണ്ടോ, ഇതാണ് കുഴുവാലി മീൻ. അതും ഇച്ചിരി തോരനും ചോറുമായിട്ട് നമുക്കൊന്ന് കണ്ടോ, അമ്മച്ചി തന്നെ കഴിക്കുവാണ്. നല്ല ടേസ്റ്റ്. ഈ കുഴുവാലി മീനെ പ്രത്യേകം കഴിച്ചു നോക്കണം. നല്ല ടേസ്റ്റാണ്. വേറൊരു മീനേക്കാളും നല്ല ഫീലാണ് അത് വായി ചെല്ലുമ്പോഴാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. കുഴവാലി മീൻ കിട്ടിയാണെങ്കിൽ മേടിച്ച് മക്കൾക്ക് മാങ്ങ ഇട്ട് കറി വെച്ച് കൊടുക്കണം. തക്കാളിയോ കുടംപുളിയോ ഏത് പുളി ഇട്ട് കറി വെച്ചാലും നല്ലതാണ്. എരിക്കറിക്ക് നല്ലതാണ്, തേങ്ങാക്കറിക്ക് നല്ലതാണ്. അതുകൊണ്ട് എപ്പോഴും കുഴവാലി മീൻ കണ്ടാലും നിങ്ങൾ വാങ്ങണം. മക്കൾക്ക് കറി വെക്കണം. വറുക്കാൻ ഏറ്റവും സൂപ്പറാണ്. പള്ളിക്കുടത്തി കൊണ്ടുപോകാനൊക്കെ, വറുത്ത് കൊണ്ടുപോകാനൊക്കെ നല്ലതാണ്. എണ്ണ അധികം വേണ്ട, കുറച്ച് എണ്ണ മതി. പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടുന്ന കറുമുറാന്ന് ചിപ്സ് തിന്നുന്നതാണ് നമുക്ക് കഴിക്കാം. അപ്പോഴെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാ മക്കളുമാരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻസ് പറയണം. ഇനി അമ്മച്ചി വീണ്ടും ഒരു റെസിപ്പിയായി വരുവുള്ളൂ. ബൈ മക്കളെ.